പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ തിരിച്ചടി ഭയന്ന് ഭീകര സംഘടന ലഷ്കർ-ഇ തായിബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു പാകിസ്ഥാൻ. ഹാഫിസ് സയ്യിദിന്റെ ലാഹോറിലെ വീട്ടിൽ കമാൻഡോകളെ വിന്യസിച്ചു. സൈനിക നടപടികൾ ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ അറബിക്കടലിൽ ഇന്ത്യ പാക് നാവികസേനകൾ മുഖാമുഖം നിൽക്കുകയാണ്. ഇത് വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. അതേസമയം അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ യോഗങ്ങളും കൂടിക്കാഴ്ചയിലും തുടരുന്നു. സ്ഥിതിഗതി വിലയിരുത്താൻ NIA ഡയറക്ടർ ജനറൽ പഹൽഗാമിലെത്തി. ബൽറാം നെടുങ്ങാടി, ഒപ്പം തന്നെ ഞങ്ങളുടെ മറ്റു പ്രതിനിധികൾ വിനീത VG, ശ്രീനാഥ് ചന്ദ്രൻ എന്നിവർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം പോകുന്നത് ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹാഫിസ് സയ്യിദ് എന്ന കൊടും ഭീകരന് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. കമാൻഡോസിനെയൊക്കെ വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷ, വലിയ സുരക്ഷയിലേക്ക് പോകുന്ന ഒരു തിരിച്ചടി പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട് എന്നതിൽ തർക്കമില്ല. എന്തൊക്കെ നീക്കങ്ങളിലേക്ക് പാകിസ്ഥാൻ കടക്കുകയാണ് നിലവിൽ? അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഹാഫിസ് സയ്യിദ് കൊടും ഭീകരനാണ്. രാജ്യാന്തര കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു കുറ്റവാളിയാണ്. ഈ ഹാഫിസ് സയ്യിദ് നിലവിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ തടവിലാണ് സാങ്കേതികമായി എങ്കിൽ പോലും അയാളുടെ ലാഹോറിലെ വീട് തന്നെ ജയിലായി പ്രഖ്യാപിച്ചാണ് തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് പങ്കില്ല എന്ന് പാകിസ്ഥാൻ ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇന്ത്യയുടെ നടപടികളിൽ പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട്, ആശങ്കയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നടപടികൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി തന്നെ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ത്യ ഇത്തരത്തിൽ ഭീകരവാദത്തിനെതിരെയോ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെയോ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായും പാകിസ്ഥാനിലുള്ള ഭീകരർക്കെതിരെ ലക്ഷ്യം വെച്ച് തന്നെ ആയിരിക്കും എന്ന ഒരു ഉറപ്പിൽ തന്നെയാണ് ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു നടപടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ലാഹോറിലെ ഹാഫിസ് സയ്യിദിന്റെ വീട്ടിലുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും സുരക്ഷയൊരുക്കുന്ന ആ വീട്ടിലേക്ക് കമാൻഡോകളെ കൂടി വിന്യസിച്ചിരിക്കുന്നു. ഹാഫിസ് സയ്യിദിനെ അവിടെ നിന്നും മാറ്റിയതായുള്ള ചില അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ പാക് ഭരണകൂടം ഇതിനോട് ഔപചാരികമായി ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം അതിർത്തി മേഖലകളിൽ ശക്തമായ വിന്യാസം രണ്ടു ഭാഗത്തുമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തയ്യാറെടുപ്പുകൾ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നടത്തിയിരിക്കുന്നു. ഏതാണ്ട് വിന്യാസം പൂർത്തിയായിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം അതിർത്തികളിൽ. അത് ജമ്മു കശ്മീർ അതിർത്തിയിൽ പൂർണ്ണമായും, പഞ്ചാബ് അതിർത്തി മേഖലയിൽ അടക്കവും ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ ആകട്ടെ അതേസമയം മറ്റ് സമാനമായ മാർഗങ്ങൾ, ഇന്ത്യയുടെ നീക്കങ്ങൾ അറിയാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുന്നു. ഒപ്പമാണ് രണ്ട് രാജ്യത്തിൻ്റെയും നാവികസേനകൾ, പടക്കപ്പലുകൾ മുഖാമുഖം നിൽക്കുന്ന സാഹചര്യം ഗുജറാത്ത് തീരത്തിന് സമീപം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ നേരത്തെ പ്രഖ്യാപിച്ച നാവികാഭ്യാസ പ്രകടനമാണ് ഏപ്രിൽ 30 വരെ മുതൽ മെയ് 3 വരെ എന്നുള്ളത്. പാകിസ്ഥാന്റെ അഭ്യാസ പ്രകടനവും മെയ് 2 വരെ നടക്കുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളുടെയും പടക്കപ്പലുകൾ ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര സംഘർഷം അതിതീവ്രമായി നിൽക്കുന്ന ഘട്ടത്തിൽ കിലോമീറ്ററുകൾക്ക് മാത്രം അകലെ മുഖാമുഖം നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. നേരത്തെ പ്രഖ്യാപിച്ച എല്ലാ വർഷവും നടത്താറുള്ള നാവികാഭ്യാസ പ്രകടനമാണ് ഇത് എന്നാണ് ഇന്ത്യൻ നാവികസേന വിശദീകരിക്കുന്നത്. അതേസമയം അതിർത്തി മേഖലയിൽ ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നതിനോടൊപ്പം തന്നെ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇപ്പോഴും പഹൽഗാമിലെ ആക്രമണം നടന്ന സ്ഥലത്തു നിന്നും 50 കിലോമീറ്ററിലേറെ മുന്നോട്ട് നീങ്ങാൻ ഈ ഭീകരർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏജൻസികൾ വിശദീകരിക്കുന്നത്. പൂർണ്ണമായും ഈ വനമേഖല ഇന്ത്യൻ സൈന്യത്താൽ, സുരക്ഷാ സേനകളാൽ ചുറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭീകരർ വനമേഖലയിൽ ഒളിത്താവളം കണ്ടെത്തിയിരിക്കുന്നു. ഇവരുടെ ഒരു സഞ്ചാരപാത ദിശയോ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയില്ല എങ്കിൽ പോലും 50 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ഭീകരർ ഉണ്ട് എന്ന് തന്നെയാണ് സൈന്യം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. ആ മേഖലയിൽ നിന്നും അധികം മുന്നോട്ട് പോകാൻ ഈ സുരക്ഷാ സേനയുടെ വലയം ഭേദിച്ച് പുറത്തു പോകാൻ ഭീകരർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. അനുജ, ശരി, അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ പാക് നാവികസേനകൾ മുഖാമുഖം നിൽക്കുന്ന ഒരു കാഴ്ച. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയാണ്. സാറ്റലൈറ്റ് ഇമേജുകൾ ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ ഡൽഹിയിൽ നിർണായക കൂടിക്കാഴ്ചകൾ, യോഗങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. വിനീത VG അതിൻ്റെ വിശദാംശങ്ങളുമായി. വിനീത, ഇന്ന് ഇപ്പോൾ നടക്കാനിരിക്കുന്ന യോഗങ്ങൾ, കൂടിക്കാഴ്ചകൾ, അതൊക്കെ എന്താണ് വിവരങ്ങൾ?
അനുജ, കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട യോഗങ്ങളും കൂടിക്കാഴ്ചകളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർ യോഗങ്ങളും ഒപ്പം തന്നെ അവലോകന യോഗങ്ങളും ഒക്കെ ഇന്നുണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതുവരെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ ഒപ്പം തന്നെ സേനാ നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്നൊരു വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ കടുത്ത നിയന്ത്രണങ്ങളിലേക്കടക്കം ഇന്ത്യ കൂടുതൽ കടക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ഇന്നലെ ചേർന്ന യോഗത്തിൽ ഈ വ്യോമ മേഖലകളിലേക്കൊക്കെ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് വ്യോമപാതകളുടെ ഒരു സാധ്യത കൂടി പരിശോധിക്കണമെന്നാണ് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിലെ ലേ കുശക് മേഖലയൊക്കെ പരിശോധിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഈ വ്യോമപാത മാറുമ്പോൾ അവിടെ എത്തുന്ന ആളുകൾക്ക് കൂടുതൽ വിമാന യാത്രക്കാർക്കോ അല്ലെങ്കിൽ ജീവനക്കാർക്കൊക്കെ കൂടുതൽ പരിശീലനം നൽകേണ്ടതായിട്ടുണ്ട്. ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പരിശോധിക്കണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അത്തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങളും അവലോകനങ്ങളും കൂടിക്കാഴ്ചകളും ഒക്കെയാണ് രാജ്യതലസ്ഥാനത്ത് നടക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കടക്കം രാജ്യം പോകാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ വ്യോമ മേഖലയിലെ വിലക്കിനപ്പുറം പാകിസ്ഥാനെതിരെ അടുത്തത് ഒരു നിയന്ത്രണത്തിലേക്ക് പോകുന്നത് ഈ ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാക് കപ്പലുകൾക്ക് ഒരുപക്ഷെ അവിടെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമടക്കം ഇന്നുണ്ടായേക്കുമെന്നുള്ളൊരു സൂചനകൾക്ക് കൂടി ലഭ്യമാവുന്നുണ്ട്. ഒപ്പം പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിലും ഇന്ന് പ്രത്യേക യോഗങ്ങൾ ഉണ്ടാകുമെന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഏതാണെങ്കിലും എല്ലാ മന്ത്രിമാരും ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള യോഗങ്ങൾ, ഇതിനോടകം സ്വീകരിച്ച യോഗങ്ങളുടെ തുടർ നടപടികളും അവലോകനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകളും ഒപ്പം തന്നെ യോഗങ്ങളും ഒക്കെയാണ് ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറിയുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ അമേരിക്ക ഇന്ത്യക്കൊപ്പമാണെന്നുള്ള നിലപാട് കൂടി അറിയിച്ചിട്ടുണ്ട്. ഈ ഇന്ത്യ തിരിച്ചടിക്കുമെന്നൊരു റിപ്പോർട്ടുകൾക്കിടെയാണ് പാകിസ്ഥാൻ പിന്നാലെ അമേരിക്കയുടെ ഒരു പിന്തുണ തേടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യൻ പോരാട്ടത്തിനൊപ്പമാണ് ഞങ്ങളെന്ന അമേരിക്ക നയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ കുറ്റവാളികളെയും ഒപ്പം ആസൂത്രകരെയും ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇന്ത്യ അമേരിക്കയുമായി സംസാരിച്ചപ്പോൾ അക്കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഓരോ മണിക്കൂറും രാജ്യതലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലേക്കുള്ള നിർണായക തീരുമാനങ്ങൾ അത് ഏത് ഘട്ടത്തിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ശ്രീനാഥ് ചന്ദ്രൻ കൂടിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇതിനിടെ പാകിസ്ഥാൻ ISI മേധാവിക്ക് ദേശീയ സുരക്ഷാ ഏജൻസിയുടെ ചുമതല നൽകുന്നു. കൂടാതെ ഇന്ത്യയാകട്ടെ കൂടുതൽ യൂട്യൂബ് അക്കൗണ്ടുകളൊക്കെ നിരോധിക്കുന്ന നടപടിയിലേക്ക് പോവുകയാണ്. ഒരു തരത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ അനുവദിക്കില്ല എന്നതിന് കൃത്യമായ സൂചന. തീർച്ചയായും അനുജ, ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ ISI മേധാവി, അതായത് പാകിസ്ഥാന്റെ ചാരസംഘടന ഇന്റർ സർവീസസ് ഇന്റലിജൻസിന്റെ മേധാവി മുഹമ്മദ് അസിം മാലിക്, അദ്ദേഹം ലഫ്റ്റനന്റ് ജനറൽ ആണ് അവിടുത്തെ, അയാളെ അർദ്ധരാത്രിയോടെ ഈ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയോഗിക്കുന്നു. 2022 മുതൽ പാകിസ്ഥാന് ഇങ്ങനെ ഒരു പദവിയിൽ ആളുണ്ടായിരുന്നില്ല. ആ ഒരു വേക്കൻസിയാണ്, ഒഴിവാണ് ഇപ്പോൾ നികത്തുന്നത്. പഹൽഗാമിലെ സംഭവം, അതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതോടെയാണ് ആ ഒരു പോസ്റ്റ് ഇപ്പോൾ അവർ നികത്തുന്നത്. അദ്ദേഹത്തിന് ഒരു അധിക ചുമതലയായാണ് ഇങ്ങനെ ഒരു ചുമതല പാകിസ്ഥാൻ നൽകുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ഹെയ്റ്റ് ക്യാമ്പയിൻ, പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണങ്ങൾ, നമ്മുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, അതൊക്കെ ഒരു വശത്ത് അവർ നടത്തുന്നുണ്ട്. അത് പക്ഷേ ഇന്ത്യയിൽ വേണ്ട എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ISPR, അതായത് ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻ, പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമാണ്, അവരുടെ യൂട്യൂബ് ചാനലൊക്കെ തന്നെ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവർ ഇന്ത്യ പാകിസ്ഥാനിൽ ഒരു ഭീകരാക്രമണത്തിന് പദ്ധതി ഇടുന്നു എന്ന ആരോപണമൊക്കെ ഉന്നയിച്ച് അങ്ങനെ ഒരു കഥ മെനയാനുള്ള ശ്രമം അവർ നടത്തിയതാണ്. അവരുടെ അക്കൗണ്ട് ഇപ്പോൾ പൂട്ടിയിരിക്കുന്നു. മാത്രമല്ല പാകിസ്ഥാനിലെ ചില നടന്മാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളൊക്കെ ഇന്ത്യയിൽ ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. അലി അസർ, സനം സയ്യിദ്, ബിലാൽ അബ്ബാസ് തുടങ്ങി അങ്ങനെ ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട്. ചുരുക്കത്തിൽ പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണവും ആരോപണങ്ങളും ഒക്കെ അവരുടെ നാട്ടിൽ മതി. അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൽക്കാലം അത് കേൾക്കാൻ താല്പര്യമില്ല. അതിനുള്ള അവസരം ഇന്ത്യ ഗവൺമെന്റ് ഒരുക്കുന്നുമില്ല. അനുജ, ശരി.